നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണല്ലോ. രണ്ടാം വരവിൽ നമ്മൾ കണ്ടു 24-ാമത്തെ മത്തായിയുടെ സുവിശേഷം 24:24 നമ്മൾ കണ്ടു കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമ്പോൾ വൃദ്ധന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ഓർത്തുകൊള്ളുവീൻ. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓർത്തുകൊള്ളുവീൻ എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ആ ഓർത്തുകൊള്ളുവീനും അതുപോലെ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെ? ഓർത്തുകൊള്ളുവീൻ, ഈ പറഞ്ഞതൊക്കെ കർത്താവ് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കണം. കാരണം ഈ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം കർത്താവ് വരുമെന്നുള്ള കാര്യം. നിങ്ങൾ മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ. മറന്നു പോയി കഴിഞ്ഞാൽ വലിയ കഷ്ടമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, കർത്താവിന്റെ നാളുകളിൽ എടുക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ ദൈവം അയച്ചിട്ടുള്ളവർ വന്ന് നിങ്ങളോട് പറയും, കാരണം ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പോട്ടി പറഞ്ഞിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ പറയും, അല്ലേ? അതിനിടയ്ക്ക് കള്ളപ്രവാചകന്മാരുടെയും കള്ളക്രിസ്തുക്കളുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടാവും, സമൃദ്ധിയുടെ സുവിശേഷങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ സൂക്ഷിച്ച് ദൈവവചനത്തെ ശോധന ചെയ്ത് ഏതാണ് ദൈവത്തിൽ നിന്നുള്ളതെന്ന് മനസ്സിലാക്കി കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക. കാരണം ഇന്നത്തെ നിത്യ സംഭവങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം. കൊച്ചു കുട്ടികൾ പോലും നാശത്തിന്റെ വക്കുകളിലേക്ക് പോകുന്നു. മയക്കുമരുന്ന്, MDMA മുതലായ സകല സംഭവങ്ങളിലും ചെന്ന് ചാടുന്ന യുവതലമുറയും കൊച്ചുകുട്ടികൾ പോലും ചെന്ന് ചാടുന്നു. കാരണം ഒരിടത്തും രക്ഷയില്ലാത്തൊരവസ്ഥ, അല്ലെ? കുട്ടികൾ പോലും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികൾ പോലും കൊലപാതകന്മാരായി മാറുന്നു, അല്ലെ? ഈ ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിൽ കണ്ട ഒരു കാഴ്ച എന്തായിരുന്നു? കൊച്ചുകുട്ടികൾ പോലും കൊലപാതകികളായി മാറുകയാണ്. എന്തിന്റെയൊക്കെയോ ഇൻഫ്ലുവൻസിങ്, സിനിമയാകാം, അതുപോലെ തന്നെ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ, ഇവ മുഖാന്തരം അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്നാണ് പല ആളുകളും അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, കർത്താവിന്റെ വരവ് എത്രയോ ആസന്നമായിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല. ദൈവവചനം അതിനുള്ള തെളിവുകൾ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 26-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിലാകുന്നു എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇനിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വരികയാണ്. കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ ഉണ്ടെന്ന് പറയുമ്പോ അവിടെ പുറപ്പെടരുതെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ അവിടെയുണ്ട്, മരുഭൂമിയിലുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ടെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് കള്ളപ്രവാചകന്മാരും ക്രിസ്തുക്കളും ഒക്കെ അടയാളങ്ങൾ കാണിക്കുന്നു. ഒരുപാട് അടയാളങ്ങൾ കാണിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു, അല്ലെ? അപ്പം അതുപോലെയാണ് ഇവിടെയും പറയുന്നത്, അല്ലെ? ഇവിടെയും പറയുകയാണ്, അവിടെ മരുഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇത് അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പൊ ഇനി അവിടെ ഓരോ അത്ഭുതങ്ങൾ കണ്ടു, ഇവിടെ ഒരു അത്ഭുതങ്ങൾ കണ്ടില്ലേ? ചില ഈ പ്രതിമകളിലൂടെയൊക്കെ ഇങ്ങനെ ഈ രക്തം വരുന്നതും വെള്ളം വരുന്നതും ഒക്കെ കാണുമ്പോൾ പറയും, അവിടെയുണ്ട്, അവിടെ ഭയങ്കരമായ ചലനങ്ങൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്ന ചില നമ്മൾ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെയും പോകാൻ പാടില്ല. അവിടെയും കർത്താവിന്റെ അത്ഭുതങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത്. അതെല്ലാം സൈദ്ധാനികവും പൈശാചികവുമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ലത്. എന്താണ്? അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇത് അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പൊ ഇതൊന്നും പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ വിശ്വസിക്കാനായിട്ട് പോകരുത് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ അറകളിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഓടിച്ചെന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് വന്നിട്ടുണ്ടെന്ന് പറയാം, അറയിലുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ മരുഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഓടരുത്.
എന്ന് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25:31 നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 25:31 നമ്മൾ വായിക്കുമ്പോൾ, 25:31 31-ാമത്തെ വാക്യത്തിൽ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. കണ്ടോ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ? തേജസ്സിന്റെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അവൻ മരുഭൂമിയിലല്ല ഇരിക്കുന്നത്, തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും, നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ അടുത്ത പറയുന്ന ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 26:24, മത്തായിയുടെ സുവിശേഷം 26:24 നമ്മൾ വായിക്കുമ്പോൾ, 26:24 നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ കാണുന്നു, 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രനാകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ അവനെ കാണിച്ചു കൊടുക്കുന്നത് 28-ന്റെ വാക്യത്തിലാണ്. ഇത് അനേകർക്ക് വേണ്ടി 29-ാമത്തെ വാക്യത്തിൽ, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതിയതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിയുടെ അനുഭവത്തിൽ നിന്നും മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് കർത്താവ് സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ കർത്താവിന്റെ രാജ്യം വരുമ്പോൾ എന്താണ്? മുന്തിരിവള്ളിയുടെ അനുഭവം ഒരിക്കൽ കൂടി പന്തിയിലിരിക്കും എന്നുള്ള അവസ്ഥ അവിടെ ഉണ്ടാവും അല്ലേ? ഒരുമിച്ച്, അതായത് അന്ന് ശിഷ്യന്മാരും ഒരുമിച്ച് മർക്കോസിന്റെ മാളികയിൽ പെസഹ വിരുന്ന് ഒരുക്കിയതുപോലെ അടുത്ത ഒരു വിരുന്ന് കൂടി കർത്താവ് ആ നാളുകളിൽ നമുക്കായി ഒരുക്കും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവൻ ഒരുക്കുന്ന ഒരു പന്തിയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26:64 നമ്മൾ വായിക്കുന്നു. 26:64 നമ്മൾ വായിക്കുന്നു. 64-ാമത്തെ വാക്യത്തിൽ എഴുതുക, യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, രണ്ടാമത്തെ ആളാണ് വരുന്നതെന്നല്ലേ? അങ്ങനെ ഒരു കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന. വലതുഭാഗം എന്നാണ്, വലതുഭാഗത്ത് ഇരിക്കുന്നത് കാണും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യത്വം, ദൈവത്തിന്റെ മനസ്സ് ഭാഗത്ത് വെളിപ്പെടുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ വലത്തെ ഭുജം നമുക്കായി വെളിപ്പെട്ടിരിക്കുകയാണ്. കാരണം ദൈവം മനുഷ്യനായി വെളിപ്പെടുന്ന വലത് കരം നമുക്കായി വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം അദൃശ്യനാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവം കാരണം മനുഷ്യനായി വെളിപ്പെടുമ്പോൾ അവൻ വലത് ഭാഗത്താണ് അവന്റെ തന്റെ വീര്യപ്രവർത്തികൾ, മനുഷ്യനായി ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ വലത് ഭാഗത്തെ അവിടെ കുറിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 14:3 നമ്മൾ വരുമ്പോ, യോഹന്നാന്റെ സുവിശേഷം 14:3, 14-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, എഴുതിയിരിക്കുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ
എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവിടെ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ അടുത്ത് ചേർത്തുകൊള്ളും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യം വരുമ്പോൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ അവൻ ഇരുത്തിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും നല്ലവനായ ദൈവത്തെയാണ് നമ്മൾ പാടി സ്തുതിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. പ്രവൃത്തികൾ 1:11 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1:11 നമ്മൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:11 1:11 നമ്മൾ വായിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിൽ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തോ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിൽ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോ കർത്താവിന്റെ വരവ് വീണ്ടും വരുമെന്ന് കർത്താവ് കുറിച്ച് അപ്പോസ്തലന്മാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവൻ വരും, വരാതിരിക്കുകയില്ല, അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വരവ് എത്രയോ ആസന്നമായിരിക്കുന്നു. കാരണം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്താണ്? കർത്താവിന്റെ വരവ് എത്രയോ ആസന്നമായിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:16 1 തെസ്സലോനിക്കർ 4:16 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോ 16-ാമത്തെ വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവ് താൻ ഗംഭീരനാദത്തോടെയും പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ഇതാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത്, അല്ലെ? മരുഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുതെന്ന് കർത്താവ് പറഞ്ഞു. അറകളിലുണ്ടെന്ന് പറഞ്ഞാൽ പോകരുത്, അല്ലെ? തേജസ്സിന്റെ സിംഹാസനത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പന്തിയിലിരിക്കും, തന്റെ മുതന്മാരോടൊത്ത താൻ എന്ത് ചെയ്യും? പന്തിയിലിരിക്കും. മൂന്നാമത് നമ്മൾ കണ്ടത് എന്താണ്? അവൻ വരുന്നത് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീര പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ക്രിസ്തുവിൽ മരിച്ചവരാണ് മുമ്പേ ഉയർത്തെഴുന്നേൽക്കുക. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷ സ്വീകരിച്ച് ആ നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന ദൈവമക്കൾ മരിച്ചവരുണ്ട്, അല്ലെ? ഇത്രയും നാളും മരിച്ചവരുണ്ട്. അതുകൊണ്ട് മരിച്ചവരെയാണ് കർത്താവ് എടുക്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ ഇന്ന് സ്വീകരിക്കുക. കാരണം മരിച്ചു പോയവരെയും കാര്യവും അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരെയും മാത്രമേ അവൻ ഏറ്റെടുക്കുകയുള്ളൂ. അതാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തൊന്ന് വിട പറഞ്ഞാൽ, കാരണം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആണെങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യം നടക്കത്തുള്ളൂ. എന്താണ്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന ആ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിൽ ഇരിക്കുമ്പോഴേ സ്വീകരിക്കണം. അവന്റെ നാമത്തിൽ സ്നാനപ്പെടണം, അവന്റെ നാമത്തിലുള്ള രക്ഷ സ്വീകരിക്കണം, അവന്റെ നാമത്തിൽ ജീവിക്കണം. അവനെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളായി, നല്ലത് ചെയ്ത് ദൈവമക്കളായി, ദൈവ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മക്കളായി ജീവിച്ചെങ്കിൽ മാത്രമേ
ക്രിസ്തുവിൽ മരിച്ചവരായി മുമ്പ് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് കഴിയുകയുള്ളു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, നമ്മൾ അവന്റെ വരവിൽ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആകാശവിധാനത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ, കർത്താവിനെ സ്വീകരിച്ചവർക്ക് മാത്രമാണ് ഇതെല്ലാം, അല്ലാത്തവർക്ക് ആർക്കും ഇതിൽ പ്രവേശനമില്ല. വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായി ദൈവവചനം വളരെ ശക്തമായി പറയുന്നു. വചനം പറയുന്നതിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല പ്രിയ സഹോദരങ്ങളെ. അതനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ ഉള്ളൂ രക്ഷ കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ഈ വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ തെസ്സലോനിക്കർ 5:4 നമ്മൾ വായിക്കുന്നു. തെസ്സലോനിക്കർ 5:4 പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിച്ച ദൈവമക്കൾ ഒരിക്കലും എന്തല്ല, ഇരുട്ടിലല്ല, അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വരുത്തിയവരാണ്, അല്ലെങ്കിൽ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വന്നവരാണ്. അവര് എന്ത് ചെയ്തില്ല, അവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുന്നവർ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്താൽ ശുദ്ധീകരിച്ച് തങ്ങളെ തന്നെ നിർമ്മലരായി നീതീകരിക്കുന്നവർ, അല്ലേ? അല്ലാതെ സ്വയനീതിക്കാരാണോ? അല്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് അവർ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ കർത്താവ് തിരഞ്ഞെടുത്തവരാണ്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്, കർത്താവ് കണ്ടവനാണ്, അല്ലേ? ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പേ കർത്താവ് അവരെ കണ്ടവരാണ്. അവരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കി ആ ഒരു വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. 2 തെസ്സലോനിക്കർ 1-ാം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 1-ാം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അതിന്റെ വല്ലഭത്തോടും കൂടി മഹത്വവും വിട്ടകന്ന നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പൊ അവിടെ വളരെ വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ സുവിശേഷം അനുസരിച്ചേ പറ്റത്തുള്ളൂ. അനുസരിക്കാത്തവർക്ക് അതെന്താണ്? പ്രതികാരം കൊടുക്കും, അല്ലേ? പല എപ്പിസ്കോപ്പൽ സഭകളും ഇന്ന് സുവിശേഷത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അത് ദൈവ കോപത്തിന് അത് കാരണമായി തീരുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി, അല്ലെ, സുവിശേഷം പറയുന്നവരെയൊക്കെ വായിച്ചവരുണ്ട്, അല്ലെ? നമ്മുടെ ഇടയിൽ സുവിശേഷം പറയുന്നവരെയൊക്കെ ട്രാക്ട് മേടിച്ചവരെ, ട്രാക്ട് കൊടുത്തവരെയൊക്കെ അയ്യോ ട്രാക്ട് വേണ്ട, അലർജിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ, അല്ലെ, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാല പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും. അപ്പൊ സുവിശേഷം ഇഷ്ടപ്പെടാത്തവരും അല്ലെങ്കിൽ സുവിശേഷം കേൾക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ എങ്ങനെ കർത്താവിന്റെ രാജ്യത്തേക്ക് പോകും എന്നുള്ള കാര്യം വളരെ കഷ്ടമാണ് അവരുടെ കാര്യം, അല്ലേ? അല്ലെ, സുവിശേഷം ഇഷ്ടമില്ല, സുവിശേഷത്തെ കാണുമ്പോൾ വെറുപ്പാണെന്ന് പറയുന്ന ആൾക്കാരെ എങ്ങനെ സ്വർഗത്തിൽ പോകും, കർത്താവിന്റെ രാജ്യത്തേക്ക് പോകും എന്നുള്ള കാര്യം. ഞങ്ങൾ കർത്താവിന്റെ രാജ്യം വേണ്ട എന്ന് പറയുന്നവർക്ക് കുഴപ്പമില്ല, അവരങ്ങനെ നിന്നോട്ട് കുഴപ്പമില്ല. പക്ഷെ എങ്കിലും എന്താണ്,
അല്ലാതെ ഞങ്ങൾ പോകും എന്ന് പറയുന്ന ആൾക്കാർക്ക് അയ്യോ കഷ്ടം. അതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നത്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ ഈ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലോ. അല്ലെ, അന്നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വലഭാഗത്തോടും കൂടി മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പൊ സുവിശേഷം കേൾക്കാതെ പോയത്, അല്ലെ, സുവിശേഷം അഥവാ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് കേൾക്കാനുള്ള സന്നദ്ധ ഞങ്ങളില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സുവിശേഷത്തിൽ താല്പര്യമില്ല, ഞങ്ങൾ അല്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടം. അവരുടെ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെ. അപ്പോ നമ്മൾ സുവിശേഷം കേട്ടാണ് നമ്മൾ വിശുദ്ധന്മാരായി മാറുന്നത്. കർത്താവിന്റെ കാരണം നമ്മളെ കർത്താവാണ് വിശദീകരിക്കുന്നതും നീതീകരിക്കുന്നതും എല്ലാം കർത്താവാണ്. അതാണ് പുതിയ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ കർത്താവിനെ ഏൽപ്പിച്ച് നമ്മൾ കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയുമില്ല, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു ലോജിക്കുമില്ല പ്രിയ സഹോദരങ്ങളെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സുവിശേഷം വേണ്ട എന്ന് പറയുന്നത് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കർത്താവ് സുവിശേഷം അറിയിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് അറിയിക്കുക തന്നെ ചെയ്യണം. അത് മരണം വരെയും പ്രാണൻ പോകുന്നവരെയും കർത്താവിന് വേണ്ടി സുവിശേഷം അറിയിക്കുവാൻ ലജ്ജ പാടില്ല, ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല. അപ്പോസ്തലനായ പൗലോസ് അത് തന്നെയാ പറയുന്നത്, ലജ്ജിക്കാൻ പാടില്ല, അല്ലെ. എബ്രായർ 9:28 നമ്മൾ വായിക്കുന്നു. എബ്രായർ 9:28. ഒമ്പതാം അധ്യായം 28 വാക്യം. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അറുക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അല്ലെ, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അറുക്കപ്പെട്ടു. ആരുടെയാ? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ചുമന്നുകൊണ്ടാണ് അവൻ കാൽവരിൽ കുരിശന്മേൽ 3 ആണികളുടെ മധ്യത്തിൽ രക്തം മുഴുവൻ ഒഴുക്കി നമുക്കായിട്ട് തന്നത്. പ്രിയ സഹോദരങ്ങളെ, അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മറന്നു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ദോഷം ഉണ്ടാകുന്നത്, അല്ലെ. നമ്മളാരും അത് ഓർക്കുന്നില്ല. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ, ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളെയും അവൻ 33 തിരുവഴുത്തിലെ രക്തം മുഴുവൻ നമുക്കായി ചൊരിഞ്ഞു തന്നത് എന്തിനാണ്? നമ്മൾ രക്ഷപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നമ്മൾ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി, നമ്മൾ നശിക്കാതെ അവന്റെ രാജ്യം അവകാശമാക്കുന്നതിന് വേണ്ടിയാണ് അവനത് ചെയ്തത്. പക്ഷെ ഈ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യരുത്? ഗണ്യമാക്കാതെ പോകരുത്. കാരണം ഈ ദശക്ക് പിന്നീട് ഒരു രക്ഷ നമുക്ക് കിട്ടുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും നമുക്കിനി ലഭിക്കുവാനില്ല. അത് വളരെ വ്യക്തമാണ് പ്രിയ സഹോദരങ്ങളെ എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഒന്നാം അധ്യായം 7-ാമത്തെ വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്ന കാര്യമാണ് പറയുന്നത്, അല്ലേ. കർത്താവായ യേശു ക്രിസ്തു മേഘാരൂഢനായി വരും, ഏത് കണ്ണും അവനെ കാണും. കുത്തിത്തുളച്ചവര് കാണും. ആരാ കുത്തിത്തുളച്ചത്? യഹൂദന്മാരാണ് കുത്തിത്തുളച്ചത്, അല്ലേ. അവൻ മരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടയാളി വയറിലേക്ക് ആഞ്ഞു കുത്തി എന്ന് പറഞ്ഞു. മരിച്ചു കാണത്തില്ലെന്ന്. അപ്പം വെള്ളവും രക്തവും ഒക്കെ
പുറത്തേക്ക് വന്നു. അപ്പൊ അവൻ തന്നെ വിശ്വസിച്ച് ഇവൻ ദൈവമായിരുന്നു അല്ലേ. ഭൂകമ്പം ഉണ്ടായി, തിരശീല, ദേവാലയത്തിന്റെ തിരശീല രണ്ടായിട്ട് കീറിപ്പോയി. അങ്ങനെയെല്ലാം കണ്ടപ്പോൾ ഇവൻ സാക്ഷാൽ ദൈവമായിരുന്നു എന്ന് പടയാളിക്ക് മനസ്സിലായി. കുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്ന, കുത്തി തുളച്ചവരെന്ന് പറയുമ്പോ അന്നത്തെ കുത്തി തുളച്ചവരെ അല്ല, അവരുടെ തലമുറയാണ് യഹൂദന്മാർ. യഹൂദന്മാർ ഇന്നും ഉണ്ട്, ആ യഹൂദന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി കരുതാത്ത, സാധാ മനുഷ്യരായി കരുതാത്ത എല്ലാവരും അവനെ ചൊല്ലി എന്ത് ചെയ്യും? വിലപിക്കും. നമുക്ക് വിലപിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളത് വിലപിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ നാഥൻ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ദുഃഖമല്ല, നമുക്ക് സന്തോഷമാണ്. നമ്മെ ചേർക്കാൻ വരുന്ന കർത്താവിനെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം അതിലേറെയാണ് അല്ലേ. കർത്താവ് നമ്മളെ സ്വീകരിക്കാൻ വരുന്നു, കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്നു പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, നമുക്ക് വിലാപമല്ല, നമുക്ക് സന്തോഷത്തിന്റെ നാളാണ്. നമ്മുടെ നാഥൻ നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മുടെ നാഥൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ ദിനങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നതിന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർബലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടും. അവൻ ഇരുമ്പ് കോലുകൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ അവന്റെ പേരെന്താണ്? അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, എല്ലാമാണ് അല്ലെ. രാജാതി രാജാവും കർത്താവ് കർത്താവും എന്നാണ് അവന്റെ നാമം. ആ നാമത്തിൽ വിളിച്ച് നിങ്ങൾ അപേക്ഷിക്കുന്നവരാണെങ്കിൽ അവൻ നമ്മളെ ചേർക്ക തന്നെ ചെയ്യും. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ആ കർത്താവിന്റെ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയ സഹോദരങ്ങളെ. അവന്റെ രാജ്യം വരാറായി. ആ രാജ്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. ആ രക്ഷയിലേക്ക് കടന്നു വരിക. പണ്ട് സ്ഥാപകയോനൻ വിളിച്ചതുപോലെ സർപ്പസന്തതികളെ, വരാൻ പോകുന്ന ദൈവകൂപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. ആ രക്ഷയിലേക്ക് കടന്നു വരണം. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കണം. ഏക ദൈവത്തിൽ വിശ്വസിക്കണം. 3 ദൈവങ്ങളിലല്ല. തൃത്വം എന്ന് പറയുന്ന 3 ദൈവങ്ങളിലും ത്രിയേകങ്ങളിലുമല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു, ആ ഏക രക്ഷകൻ, ഏക ദൈവം, ഏക ദൈവത്തെ വിശ്വസിക്കണം. ആ ദൈവത്തിനേ ഉള്ളൂ രക്ഷ. വേറെ ഒരുത്തനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമം ഇല്ല പ്രിയ സഹോദരങ്ങളെ. വേറൊരു നാമമില്ല. ഒരേ ഒരു നാമമേ ഉള്ളൂ. 3 നാമങ്ങളോ 3 വ്യക്തികളോ അല്ല. ദൈവം ഏകനാണ്. ആ ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. അവൻ അദൃശ്യനായ ദൈവമാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ദൈവം മനുഷ്യരായി നമ്മുടെ ഇടയിൽ വന്നു. 2025 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി നമ്മുടെ ഭൂമിയിൽ വന്നു. അവൻ നമ്മളെ വിടുവിച്ചു. കിടന്നുപോയി. ഇനി സ്വർഗത്തിൽ ഇപ്പോഴുമുണ്ട്. അവൻ കിടന്നു വരും. 2ാം വരവിനായി കാത്തിരിക്കുന്ന ദൈവജനമേ, ദൈവം ഇതിന്റെ ആ ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ സുവിശേഷത്തെ തള്ളിക്കളയില്ലേ. അതുപോലെ തന്നെ അവനെ തള്ളിക്കളയരുത്. അവന്റെ നാമത്തിലുള്ള സ്നാനം അത് കളയില്ലേ. ഇതൊന്നും കളയരുത് പ്രിയ സഹോദരങ്ങളെ. ഇതെല്ലാം നമുക്ക് വേണം. ഇതെല്ലാം നമുക്ക് വേണം പ്രിയ സഹോദരങ്ങളെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ധരിക്കണം. ആ നാമം ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അവൻ ആരാണ്?
രാജാതി രാജാവാണ്, കർത്താതി കർത്താവ് എന്നാണ് അവന്റെ നാമം. അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? അവിടെ വളരെ വ്യക്തമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 11 വാക്യം മുതൽ നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ആ കാഴ്ച വളരെ വ്യക്തമാണ്. അവൻ കർത്താതി കർത്താവാണ്, അവൻ രാജാതി രാജാവാണ്. വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കർത്താവേ നമുക്കുള്ളൂ, അല്ലെ? അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കും. അവൻ നീതിയോടെ വിധിക്കുന്ന നീതിയുള്ള രാജാവാണ്. ആ നീതിയുള്ള രാജാവ് നീതിയോടെ വിധിക്കുമെന്നും നീതിയോടെ പോരാടുമെന്നും അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികളുണ്ട്, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭവുമായ വേഷവസ്ത്രവും ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോലുകൊണ്ട് അവരെ നയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവും അതിന്റെ ചക്ക അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.